ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് പാർട്ട് 1 എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് എന്താണ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇത് ഡിഗ്രി എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടായിട്ട് നമുക്കവിടെ കാണുന്ന ഒരു പാർട്ടാണ്. ഇതാണ് ഡിഗ്രി എക്സാമിന്റെ പ്രിലിംസിന്റെ സിലബസ്. അതിൽ ആദ്യം മിഡീവൽ ഇന്ത്യ ഉണ്ട്, അതിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാം കൊടുത്തതിന് ശേഷം അവിടെ മോഡേൺ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. ഓക്കെ, ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡിഗ്രി പ്രിലിംസിന്റെ സിലബസിലായാലും ഡിഗ്രി മെയിൻസിന്റെ സിലബസിലായാലും നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ടോപ്പിക് അവിടെ കാണുന്നുണ്ട്. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ മൊത്തം ടോപ്പിക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യ പിടിച്ചടക്കിയത്, ഒരു കമ്പനിയായി വന്ന ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയുടെ അധിപതിയായി മാറിയത് എന്നാണ് ഒന്നാമത്തെ ടോപ്പിക്. അത് നമുക്ക് പഠിക്കാനുള്ളത് അവരെങ്ങനെ കർണാട്ടിക് വാറിൽ ഫ്രഞ്ചിനെ തോൽപ്പിച്ചു, ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ട്, ബാറ്റിൽ ഓഫ് ബക്സർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സാമ്പിളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ രണ്ടും വീഡിയോ സീരീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിലാണ് നമുക്ക് റെഗുലേറ്റിംഗ് ആക്ട്, ഫിക്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് ഇതെല്ലാം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സിലബസിലുള്ള ടോപ്പിക് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ആണ്. അതിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ രണ്ടു ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, രണ്ടാമത്തെയാണ് എന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ, അതിന്റെ രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ. ഓക്കെ, അപ്പൊ എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ? ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഇതിന്റെ PPTs എല്ലാം PDF എല്ലാം @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു എന്നും ബ്രിട്ടീഷുകാരെന്ന് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം വാങ്ങിയെന്നും അറിയാതെ ഇരിക്കുന്നു ഒരു കുട്ടി പോലും ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ കാക്കയ്ക്കും പൂച്ചയ്ക്കും വരെ എന്താവുന്ന അറിയാവുന്ന കാര്യമാണ് ബ്രിട്ടീഷുകാരെന്ന് എന്ത് ചെയ്തു, നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങി. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ്സിലൂടെയാണ്. വളരെ പതുക്കെ പതുക്കെയാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരുടെ പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്താ സാർ പതുക്കെ പതുക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏകദേശം 1600കളിലൂടെയാണ് 1600 ഓക്കെ അല്ലെ, 1600കളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, പോർച്ചുഗീസുകാർ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡച്ചുകാർ വന്നിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ, സ്പാനിഷുകാര് വിവിധ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ അല്ല ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഇടയിലാണ് ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി ഇവിടെ ആളുകളുണ്ട്. ഇവിടെയുള്ള ആളുകളെ ആദ്യം പുറത്താക്കണം. ഇതാണ് പ്ലാൻ നമ്പർ 1. ഓക്കെ, ഒരാൾ വരാൻ ബാക്കിയുണ്ട്, അവരുടെ പേരാണ് ഫ്രഞ്ചുകാർ. ഇവര് രണ്ടുപേരും കൂടി അടിയാവും. ജഗട. ആര് തമ്മില്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മില്. ആ അടി കഴിയണം. എന്നിട്ട് ഇന്ത്യക്കാരായ റൂളേഴ്സിന്റെ ഇടയിലുള്ള അടി, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എല്ലാം എടുത്ത് അവരെ എന്ത് ചെയ്യണം, ഒന്ന് പിടിച്ച് റെഡിയാക്കി അവര് നമ്മുടെ ഒപ്പം കൊണ്ടുവന്ന് അവരുമായിട്ട് യുദ്ധം ചെയ്ത്. ഇങ്ങനെ പറയുമ്പോഴേക്ക് തന്നെ ഒരുപാട് സമയം എടുത്തില്ലേ? ഇത്ര തന്നെ എനിക്ക് ആദ്യത്തെ പോയിന്റിൽ പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ്. സാർ ഗ്രാജുവൽ പ്രോസസ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതിനുവേണ്ടി നമ്മൾ 4ാമത്തെ പോയിന്റ് വായിക്കുന്നുണ്ട്. 4ാമത്തെ പോയിന്റിലെ 1ാമത്തെ കാര്യം, മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ ഉണ്ടായിരുന്നു. മുഗൾ എംപയർ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ അല്ലെ? ഔറംഗസേബ് എന്ന് പറയുന്ന ഒരു രാജാവിന് ശേഷം മുഗൾ എംപയറിൽ വലിയ അറിയപ്പെടുന്ന രാജാക്കന്മാരൊന്നുമില്ല. ഓക്കെ സാർ, മുഗൾ എംപയർ തകർന്നു കഴിഞ്ഞാൽ അതിൽ ബ്രിട്ടീഷുകാർക്കുള്ള ഗുണം എന്താ? ഇപ്പൊ എക്സാമ്പിൾ എന്ന് വിചാരിക്കുക, നമ്മുടെ ഇന്ത്യയുടെ മൊത്തം ചരിത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം 12,000 വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ, സാർ ഇത് 12,000 വർഷം പറയുന്നത് സിന്ധു നദിയുടെ സംസ്കാരം തൊട്ട് ഞാൻ പറയുന്നത്. ആ 12,000 വർഷം ചരിത്രം എടുക്കുകയാണെങ്കിൽ എത്ര പ്രധാനപ്പെട്ട രാജാക്കന്മാർ ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പേരുടെ പേരെ പറയും. ഒന്നാമത് പറയാൻ പോകുന്ന ആള് ചന്ദ്രഗുപ്ത മൗര്യൻ, രണ്ടാമത് പറയാൻ പോകുന്ന ആള് അശോകൻ, മൂന്നാമത് പറയാൻ പോകുന്ന ആള് ഗുപ്തൻ. ഓക്കെ അല്ലെ? 4ാമത് പറയാൻ പോകുന്ന ആള് സമുദ്രഗുപ്തൻ, 5ാമത് പറയാൻ പോകുന്ന ആള് അക്ബർ.
ഇങ്ങനെ കുറച്ചു പേരുടെ പേര് മാത്രമേ എന്തുള്ളൂ നമുക്കുള്ളൂ. ഏറ്റവും ടോപ്പിൽ പറയുകയാണെങ്കിൽ സർ 5 പേരുടെ പേര് പറഞ്ഞു എന്ന് പറയുന്ന ആൾക്ക് 12,000 വർഷത്തിനിടയ്ക്ക് ഇത്രയും വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു രാജ്യം കയ്യിൽ വെച്ചിട്ടുള്ള ഒരു 5 പേരാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലെ? ആ 5 പേരില് ഒരാളാണ് മുഗൾ എംപയറിലെ അക്ബർ എന്ന് പറയുന്നത്. അപ്പൊ കാര്യം മനസ്സിലായോ? മുഗൾ എംപയറിന്റെ ശക്തി എന്താന്ന് മനസ്സിലായ? ഓക്കെ, ഇത്രയും ശക്തിയുള്ള ഒരാള് ഇന്ത്യ റൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരെ തൽക്കാലത്തേക്ക് പുറത്താക്കി തകർത്ത് ഇന്ത്യയെ പിടിക്കാനുള്ള കഴിവൊന്നും ആർക്കില്ല? ബ്രിട്ടീഷുകാർക്കില്ല. അപ്പൊ അവർക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലെ? പുലി പതുങ്ങിയിരിക്കുകയാണ്. എപ്പോഴാണ് ഇര വരിക എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്ത് അവിടെ സമയം വന്നു. സമയം എന്തായി? മുഗൾ എംപയർ പൊളിഞ്ഞു. ഓക്കെ അല്ലെ? മുഗൾ എംപയർ എന്നാണോ അവർക്ക് തകർന്ന് എന്ന് തോന്നിയത്, ആ സമയത്ത് അവർ മുഗൾ എംപയറുമായിട്ട് യുദ്ധം നടത്തി. ആളില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നടത്താൻ പറ്റും. ഒന്നാമത്തെ യുദ്ധത്തിന്റെ പേര് ബാറ്റിൽ ഓഫ് പ്ലാസി, രണ്ടാമത്തെ യുദ്ധത്തിന്റെ പേര് ബാറ്റിൽ ഓഫ് ബക്സർ. ഇങ്ങനെ 2 യുദ്ധം എന്ത് ചെയ്തു? അവര് നടത്തി. ഈ യുദ്ധം നടത്തിയിട്ട് ഏകദേശം ഒരു ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്ഥലം അവരുടെ കയ്യിൽ വന്നതിന് ശേഷം അവര് 2 പ്രധാനപ്പെട്ട പോളിസി അവതരിപ്പിച്ചു. ഒരു പോളിസിയുടെ പേര് സബ്സിഡറി അലയൻസ് സിസ്റ്റം, ഒരു പോളിസിയുടെ പേര് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. സാർ, എന്താ ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക. ആരുടെ കൂടെ നിൽക്കുക? ഞാനാണ് ബ്രിട്ടീഷുകാരൻ, നിങ്ങൾ ഒരു രാജാവാണ്. രാജാവ് എന്ത് ചെയ്യുക? എന്റെ കൂടെ നിൽക്കുക. സാർ, നിങ്ങളുടെ കൂടെ നിന്ന് എനിക്ക് എന്താ ഗുണം എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഒന്ന്, നിങ്ങളുടെ രാജ്യത്തെ ആരെങ്കിലും ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സന്തോഷം. നിങ്ങളുടെ കയ്യിലുള്ള ആർമിയെ ഞാൻ എന്ത് ചെയ്യും? ആക്ച്വലി നിങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. വളരെ സന്തോഷം. ഇതിന് പകരം ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പൈസ തരണം. നിങ്ങൾ സ്വന്തമായിട്ട് ആർമി വെക്കാൻ പറ്റില്ല. എനിക്ക് എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ആർമി എടുത്തിട്ട് എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ രാജാക്കന്മാരുടെ എന്ത് പോയി? അവരുടെ സോവറിനിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവരുടെ അധികാരം പോയി. ഒരു രാജാവിന്റെ ഏറ്റവും വലിയ സ്ട്രോങ്നെസ് പറഞ്ഞ അർത്ഥം എന്താ? അവരുടെ കയ്യിലുള്ള ആർമി അല്ലേ. ഇപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രോങ്നെസ്, ഇന്ത്യയുമായിട്ട് ഒരാൾ യുദ്ധം നടത്താൻ വേണമെങ്കിൽ ഇന്ത്യൻ ആർമി അല്ലേ ഇന്ത്യയെ സംരക്ഷിക്കുക. അതേപോലെ ആർമി ഇല്ലാന്ന് വിചാരിക്കുക, അപ്പൊ ഇന്ത്യ ആർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ ആക്രമിച്ചൂടെ? ആണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാം? എപ്പോ വേണമെങ്കിലും രാജാവിനെ ആക്രമിക്കാം. അപ്പൊ രാജാവ് ആരുടെ കീഴിൽ വന്നു? ഇവരുടെ കീഴിൽ വന്നു. ഇതെല്ലാം ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ്. വെറി ചെയ്യല്ലേ, ബേസിക് ആയ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഓക്കെ, ഒരു രാജാവിന് ഒരു അനന്തരാവകാശം ഇല്ലെന്ന് വിചാരിക്കും. അതായത് ഒരു മകനില്ല എന്ന് വിചാരിക്കും. സാർ, അന്ന് മകളുണ്ടായ പ്രശ്നമാണ്. ഓക്കെ, പണ്ട് കാലല്ലേ മകനെ മാത്രം എന്താക്കുള്ളൂ? രാജാവാക്കും. അങ്ങനെ മകനില്ല എന്ന് വിചാരിക്കും സ്വന്തമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പ്രദേശം ആരുടെ കയ്യിൽ വരും? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വരും. സാർ, ഇപ്പൊ എന്താണ് സാർ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് അവരുടെ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നോ? സമയം എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ പതുക്കെയാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അവരിവിടേക്ക് 1600 വന്നു എന്നത് മനസ്സിലാക്കി. ബാറ്റിൽ ഓഫ് പ്ലാസ് നടക്കാൻ പോകുന്നത് 1757-ലാണ്. അപ്പൊ 157 വർഷത്തിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു യുദ്ധം നടത്താൻ വേണ്ടി പോകുന്നത്. വന്നിട്ട് 157 വർഷത്തിന് ശേഷം ആരാണോ ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അവരെല്ലാവരും എന്ത് ചെയ്തു? മരിച്ചു. അവരുടെ സെക്കൻഡ് തലമുറയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ കീഴ്പ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതൊരു ഗ്രാജുവൽ പ്രോസസ് അല്ലേ? ആണ്. അവരിവിടെ എന്തിനു വേണ്ടിയിട്ടാ വന്നത്? ട്രേഡിന്. ചെറുപ്പകാലം തൊട്ടേ പഠിക്കുന്ന കാര്യമല്ലേ? വ്യാപാരികളായി വന്ന ആളുകൾ ഒരു കമ്പനി ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ആ കമ്പനിയുടെ പേരെന്താ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ വ്യാപാരികളായിട്ട് വന്ന അവർ എന്ത് ചെയ്തു? ഇന്ത്യയെ കീഴ്പ്പെടുത്തി. എങ്ങനെ കീഴ്പ്പെടുത്തി? പതുക്കെ പതുക്കെയാണ് കീഴ്പ്പെടുത്തിയത്. എന്തിനു വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തത്? മുഗൾ എംപയർ തകരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലെ? എന്നാണോ മുഗൾ എംപയർ തകർന്നത് അന്ന് അവർ 2 യുദ്ധം നടത്തി. ഒരു യുദ്ധത്തിന്റെ പേര് ബാറ്റിൽ ഓഫ് പ്ലാസി, ഒരു യുദ്ധത്തിന്റെ പേര് ബാറ്റിൽ ഓഫ് ബക്സർ. അതുകൊണ്ട് മാത്രം, യുദ്ധത്തിലൂടെ മാത്രമല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
ആ നിയമങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്, ഒന്ന് സബ്സിഡറി അലൈൻ സിസ്റ്റം, രണ്ടാമത്തെ കാര്യമാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയത്? ഒന്നിന്റെ പേര് ഡിപ്ലോമാറ്റിക് മാനോറിംഗ്. സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവേ അപ്പുറത്തൊരു രാജാവുണ്ട്, ആ രാജാവ് എന്ത് ചെയ്യും? എപ്പ വേണമെങ്കിൽ നിന്നെ ആക്രമിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നീ എന്റെ കൂടെ നിൽക്കണം. അപ്പുറത്തെ രാജാവിന്റെ അടുത്തും പോയിട്ട് ഇപ്പുറത്തെ രാജാവ് നിന്നെ ആക്രമിക്കും, എപ്പ വേണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ കൂടെ നിൽക്കണം. ഓക്കെ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാർ ആരാണത് ചെയ്യുക, അംഗീകരിക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഈ പോളിസിയുടെ പേരാണ് ഡിവൈഡ് ആൻഡ്. ഓക്കെ. ഇവിടെ പോയിട്ട് അയാളെ കുറ്റം പറയുക, അവിടെ പോയിട്ട് ഇയാളെ കുറ്റം പറയുക. രണ്ടുപേരുടെ കണ്ട് എന്ത് ചെയ്യുക? പൈസ എടുക്കുക, രണ്ടുപേരും തമ്മിൽ അടിയാക്കുക, എന്നിട്ട് അവസാനം രണ്ടുപേരുടെ രാജ്യം എന്ത് ചെയ്യുക? അവർ പിടിച്ചെടുക്കുക. ഇതിന്റെ പേരാണ് ഡിപ്ലോമാറ്റിക് മാനോറിംഗ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ഓക്കെ അല്ലേ? രണ്ടാമത്തെ വാക്കാണ് മിലിറ്ററി ഫോഴ്സ്. ഒന്നും നടന്നില്ലെങ്കിൽ രാജാവ് എന്ത് പറഞ്ഞു? ഇങ്ങനെ ഒന്നും എന്നോട് പറയരുത്. ഓക്കെ, ഞാൻ പൊട്ടനൊന്നുമല്ല, ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യും? യുദ്ധം നടത്തും. ഓക്കെ. ഇനി അടുത്ത കാര്യമാണ് എന്ത്? സ്ട്രാറ്റജിക് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ. അതിനു വേണ്ടിയിട്ടുള്ള പോളിസീസിന്റെ പേരാണ്, രണ്ട് പ്രധാനപ്പെട്ട പോളിസീസ് നിങ്ങൾക്കറിയാം. ഒരു പോളിസി എന്താ? ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഒരു പോളിസിയുടെ പേരെന്താ? എന്താ പോളിസിയുടെ പേര്? സബ്സിഡറി അലൈൻ സിസ്റ്റം. ഓക്കെ അല്ലേ? പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ ഇൻ ഇന്ത്യ. പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തുണ്ട് തുണ്ടായിട്ട് പോകുക. ഇന്ത്യ തുണ്ട് തുണ്ടായിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. എപ്പോഴാണ് പോകാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ കഴിഞ്ഞതിന് ശേഷം. മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ എന്തായി? പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റ് ആയി. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തുണ്ട് തുണ്ടായിട്ട് പോയി. ഒരു കേന്ദ്രീകൃതമായ ശക്തിയില്ല. അക്ബറെ പോലെയോ ഔറംഗസേബിനെ പോലെയോ ഷാജഹാനെ പോലെയോ ഒരു രാജാവിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. എല്ലാ സ്ഥലത്തും എന്താ? വ്യത്യസ്തമായ രാജാക്കന്മാരാണ് ഉള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യണം? ഉയർന്നു വരണം രാജാവായിട്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ചന്ദ്രഗുപ്ത മൗര്യൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു, മകന്റെ പേരാണ് ബിംബിസാർ എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ അല്ലേ? ആ പുള്ളിയുടെ മകന്റെ പേരാണെന്ത്? അശോകൻ. ഓക്കെ. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗ്രാൻഡ് സൺ ആണ് അശോകൻ. ഇവര് മൂന്ന് പേരും കൂടി എന്തുണ്ടാക്കി? ചന്ദ്രഗുപ്ത സാമ്രാജ്യം ഉണ്ടാക്കി. ഓക്കെ അല്ലെ? മൗര്യ സാമ്രാജ്യം ഉണ്ടാക്കി. ഈ മൗര്യ സാമ്രാജ്യം കഴിഞ്ഞ് അത് പൊളിഞ്ഞു. അപ്പോ വീണ്ടും എന്തായി? കുറെ രാജാക്കന്മാർ വന്നു. ഈ രാജാക്കന്മാരെല്ലാവരും കൂടി അവരിന്ന് ഒരാൾ ഉയർന്നു വന്നു. ഉയർന്നു വന്ന ആളുടെ പേരാണ് ഗുപ്തവംശം. ഓക്കെ. ചന്ദ്രഗുപ്തൻ, സമുദ്രഗുപ്തൻ, സ്കന്ദഗുപ്തൻ, അങ്ങനെയുള്ള ആള്. വീണ്ടും ഇവരെല്ലാം എന്ത് ചെയ്തു? തകർന്ന് എല്ലാം പൊളിഞ്ഞ് വന്ന സമയത്ത് ഉയർന്നു വന്ന ഒരു സാമ്രാജ്യമാണ് ഏത് സാമ്രാജ്യം? മുഗൾ സാമ്രാജ്യം. വീണ്ടും മുഗൾ സാമ്രാജ്യം തകർന്ന് പുതിയൊരാള് വരണമെങ്കിൽ സമയമെടുക്കും. ഇതിന്റെ എല്ലാം ഇടയിൽ ഒരു 500 വർഷം മുതൽ 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഈ ഗ്യാപ്പിന് ശേഷമാണ് എന്ത് ചെയ്യുക? പുതിയ ആൾ ഉയർന്നു വരിക. ഇന്ത്യയിൽ ആരെങ്കിലും ഒരാൾ ഉയർന്നു വരും. ഒരു 400-300 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഉയർന്നു വരും. പക്ഷെ അത് ഉയർന്നു വരാൻ ആര് സമ്മതിച്ചില്ല? ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല. ഇനി ഇന്ത്യക്കാർ വേണ്ട, ആര് മതി? ബ്രിട്ടീഷുകാർ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ആക്ച്വലി മുഗൾ സാമ്രാജ്യത്തിന്റെ ആ പതനം, മുഗൾ സാമ്രാജ്യം തകർന്നത് മുതലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഡിപ്ലോമാറ്റിക് മാനോറിംഗ് നടത്തി, മിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ച് യുദ്ധങ്ങൾ നടത്തി. രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അറിയാലോ? ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ. സ്ട്രാറ്റജിക് എക്സ്പ്ലോയിറ്റേഷൻ പോളിസീസ് അറിയാലോ? ആണ്. ഇതെല്ലാം ഉപയോഗിച്ച് ഇന്ത്യ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി. അങ്ങനെ ഒരു ട്രേഡിംഗ് കമ്പനിയായി വന്നവർ, വ്യാപാരിയായി വന്ന, എങ്ങനെയാണ് ട്രേഡിംഗ് കമ്പനിയുടെ പേരെന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി വന്ന അവർ ഒരു കൊളോണിയൽ പവറായിട്ട് മാറി. കൊളോണിയൽ പവറായിട്ട് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് മാറി. ഇനി ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ശക്തിയല്ല ഭരിക്കാൻ പോകുന്നത്. ആരാണ്? വിദേശത്തു നിന്നുള്ള ഒരു ശക്തിയാണ്. ആ ശക്തിയുടെ പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ രാജ്യത്തിന്റെ പേരാണ് ബ്രിട്ടീഷുകാർ. ഇതാണ് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ പഠിക്കാനുള്ളത്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? കീഴ്പ്പെടുത്തിയത്. ഇതിന്റെ ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം ഒരു ടോപ്പിക്കാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് വന്നു. ടോപ്പിക് ഓക്കെ അല്ലേ? ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ, സബ്സിഡറി അലൈൻ സിസ്റ്റം, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, എല്ലാം എന്താ? ഓരോരോ ടോപ്പിക് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ അതിന്റെ ബേസ്, അതിന്റെ ഫൗണ്ടേഷൻ മനസ്സിലാവുന്നുണ്ടാ? മനസ്സിലാവുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്കിത് ചെയ്യാം. അസേർഷൻ.
The establishment of British rule in India was a gradual process that's planned over several decades. അല്ലെ, ഒരു ദിവസം വന്നിട്ട് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അവർ പിടിച്ചെടുത്തത് അല്ല. 157 വർഷം എടുത്തില്ലേ ബാറ്റിൽ ഓഫ് പ്ലാസി നടത്താൻ വേണ്ടിയിട്ട്? പ്ലാസി കഴിഞ്ഞ ഉടനെ പിടിച്ചു നടത്തിയ ഇല്ലല്ലോ, സമയം എടുക്കില്ലേ? അതൊരു പ്രോസസ് അല്ലേ? അതെ. അപ്പൊ അസേഷൻ ശരിയാണോ? അസേഷൻ ശരിയാണ്. Reason: the decline of Mughal Empire and political fragmentation in India aided the British in consolidating power through policies like the subsidiary alliance system and doctrine of lapse. Okay, അപ്പോ മുഗൾ എംപയറിന്റെ പതനം, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ, ഓക്കെ, സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത്, ഇതെല്ലാമാണോ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാർക്ക് മുകളിൽ പവർ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത് ചോദിച്ചാൽ എന്ത് പറയും? എസ് എന്ന് പറയും. അപ്പൊ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും പോയി. ഇനി നിങ്ങളുടെ കയ്യിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒരു ഓപ്ഷന്റെ പേരാണ് ഓപ്ഷൻ എ, ഒരു ഓപ്ഷന്റെ പേരാണ് ഓപ്ഷൻ ബി. ഓക്കെ, രണ്ടിലും എയും ആറും കറക്റ്റ് ആണ്. ഒന്നിൽ 6 എനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ബിയിൽ 6 എനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇതെങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അസേഷൻ വായിച്ചതിന് ശേഷം വൈ, എന്തുകൊണ്ടെന്ന് ചോദിക്കുക. അതിന്റെ ഉത്തരം എവിടെ കിട്ടണം? റീസണിൽ കിട്ടണം. ഇനി അസേഷൻ എല്ലാവരും എന്റെ കൂടെ വായിച്ചേ. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വാസ് എ ഗ്രാജുവൽ പ്രോസസ് ദാറ്റ് സ്പാൻഡ് ഓവർ സെവറൽ ഡെക്കേഡ്സ്. ഓക്കെ, വൈ, എന്തുകൊണ്ട്? ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ ഉണ്ടാവണമായിരുന്നു, പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷനെ യൂസ് ചെയ്യണമായിരുന്നു, എന്നിട്ട് സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവരണമായിരുന്നു, എന്നിട്ട് ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവരണമായിരുന്നു. ഇതെല്ലാം ചെയ്തതിലൂടെയാണ് എന്ത് കിട്ടിയത്? ഇന്ത്യയെ കയ്യിൽ കിട്ടിയത്. അപ്പൊ അതിന് സമയം എടുക്കുവോ? ഇല്ലേ. മുഗൾ എംപയർ ഡിക്ലൈൻ ചെയ്യാൻ സമയം എടുക്കില്ലേ? ഓക്കെ അല്ലേ? ഇതെല്ലാം മനസ്സിലാവുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ അസേഷന്റെ എക്സ്പ്ലനേഷൻ റീസണിൽ കിട്ടി. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? എയും ആറും ശരിയാണ്, ആറാണ് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇത്രയും കാര്യം ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇന്ത്യയിലേക്ക് ആദ്യം വന്നിട്ടുള്ള വിദേശിയാണ് പോർച്ചുഗീസുകാർ. ഓക്കെ, അതിൽ യാതൊരു മാറ്റമില്ല. പോർച്ചുഗീസുകാർക്ക് ഒരുപാട് പൈസ കിട്ടി ഇവിടെ നിന്ന് വന്നിട്ട്. ഭയങ്കര എന്തായിരുന്നു? അവര് പണക്കാരായി മാറി. യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ആര് മാറി? പോർച്ചുഗീസുകാരെ മാറി. ഓക്കെ, നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരാൾ പണക്കാരനായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചോദിക്കുക എന്താ? എങ്ങനെയാണ് അവൻ ഇത്രയും പൈസ കിട്ടിയത്? അതല്ല ആദ്യം ചോദിക്കുക. എന്നിട്ട് ആ വഴി കണ്ടുപിടിച്ച് അതേപോലെ പൈസ ഉണ്ടാക്കാൻ നോക്കില്ലേ? സെയിം ലോജിക്. പോർച്ചുഗീസുകാർക്ക് പൈസ കിട്ടണുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഞങ്ങളും വരാന്ന് പറഞ്ഞു. അവരൊരു കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ കമ്പനിയുടെ പേരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ അല്ലെ? ഉണ്ടാക്കിയ വർഷമാണ് 1600. അപ്പൊ അത് ആരാ സാർ ഉണ്ടാക്കിയത്? മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. സാർ ഒരു രാജ്യമല്ല ഉണ്ടാക്കിയത്? ഒരു രാജ്യമല്ല, മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇതില് പണക്കാരായ കുറെ എന്തുണ്ട്? വ്യാപാരികളുണ്ട്. ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം എന്ന് തീരുമാനിച്ച് ഒരു കമ്പനി ഉണ്ടാക്കി. കമ്പനിയുടെ പേരാണെന്ത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, ഉണ്ടാക്കിയ വർഷമാണ് 1600. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, പോർച്ചുഗീസുകാരായിട്ട് അടിയാണ്, ഡച്ചുകാരായിട്ട് അടിയാണ്. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, പൈസ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിച്ച പോലെ വരുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് അവർക്കൊരു സംഭവം കിട്ടിയത്. ഒരു ലോട്ടറി അടിച്ചു. ആ ലോട്ടറിയുടെ പേരാണ് റോയൽ ഫർമാൻ. സർ, റോയൽ ഫർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന എംപറർ, കൃത്യമായി പറയുകയാണെങ്കിൽ ഔറംഗസേബാണ്. വരാൻ പോകുന്ന ക്ലാസ് നമ്മൾ പഠിക്കും. ഔറംഗസേബ് നമ്മുടെ എന്താ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു സംഭവം കൊടുത്തു. ആ സംഭവത്തിന്റെ പേരാണ് ട്രേഡ് ഡ്യൂട്ടി ഫ്രീ. ഡ്യൂട്ടി ഫ്രീ ട്രേഡ് എന്നാണ് പറയാ. നമ്മുടെ ഇപ്പൊ വീട്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് കാണാറില്ലേ? ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ സാധനങ്ങളുടെ വില ബാക്കിയുള്ളതിനേക്കാളും കുറവായിരിക്കാനാണ് സാധ്യത. അതിനുള്ള കാരണം എന്താ? അവർക്ക് ടാക്സ് വളരെ കുറവായിരിക്കും. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നൊക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ അല്ലേ സാർ? ഇത് എന്താ ഈ സാർ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഇന്ത്യയിൽ ഒരു ഫോൺ ഉണ്ടാക്കി. ഓക്കെ, ഫോണിന്റെ പേരാണ് മൈക്രോമാക്സ്. ആ മൈക്രോമാക്സ് ഫോണിന് ഒരു 15,000 രൂപയാണ് വില എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? വിദേശത്ത് ഒരു ഫോൺ വന്നു, ഫോണിന്റെ പേരാണ് വിവോ. വിവോയ്ക്കും 15,000 രൂപയാന്ന് വിചാരിക്കും. അപ്പൊ ഇത് രണ്ടും വാങ്ങുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? പിന്നെ ക്വാളിറ്റി നോക്കും, അത് നോക്കും, ഇന്ത്യൻ ഫോണാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കാൻ വേണ്ടി തീരുമാനിക്കും. ഓക്കെ, മൈക്രോമാക്സിന്റെ വിലയേക്കാളും വിവോയുടെ വില കുറഞ്ഞു എന്ന് വിചാരിക്കും. മൈക്രോമാക്സിന്റെ വില 15,000 രൂപ, വിവോയുടെ വില 10,000 രൂപ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഏത് ഫോൺ വാങ്ങും? വിവോ വാങ്ങും. വാങ്ങില്ലേ? ഓക്കെ, വിവോ പുറത്തു നിന്ന് വന്ന ഫോണല്ലേ? അപ്പൊ അവർക്ക് കുറച്ചു കൊടുക്കാൻ പോണ സംഭവത്തിന്റെ പേരാണ്
ഡ്യൂട്ടി. ഒരു സാധനം ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവരൊരു ടാക്സ് അടയ്ക്കണം. എന്തിനാണ് ആ ടാക്സ് അടയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ അതേ ഉൽപ്പന്നങ്ങൾ തകരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, വിവോയും 15,000, എന്താ മൈക്രോമാക്സും 15,000. അപ്പൊ രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് ആരാണോ ബെറ്റർ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എന്താ പറയാ, കസ്റ്റമേഴ്സ് വാങ്ങുന്നതായിരിക്കും. ഓക്കെ അല്ലേ? വിവോയുടെ ആക്ച്വൽ വില 10,000 രൂപ, ഒപ്പോയുടെ ആക്ച്വൽ വില 10,000 രൂപ. 5,000 രൂപ എന്ന് പറയുന്നത് ടാക്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? വിവോക്ക് 5,000 രൂപ ടാക്സ് ഇല്ല, അപ്പൊ ഗവൺമെന്റ് പൈസ കൊടുക്കണ്ട, വിവോയ്ക്ക് എന്തില്ല, നഷ്ടമില്ല. പക്ഷെ മൈക്രോമാക്സിന് 5,000 രൂപ ഗവൺമെന്റിന് കൊടുത്തേ പറ്റുള്ളൂ. ആ 5,000 രൂപ കുറയ്ക്കാൻ ആർക്ക് പറ്റില്ല? മൈക്രോമാക്സിന് പറ്റില്ല. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഓക്കെ അല്ലെ? വിവോയ്ക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകില്ല. വിവോയ്ക്ക് ഗവൺമെന്റ് എന്തെങ്കിലും ടാക്സ് കൊടുക്കണോ? വേണ്ട. വിവോ എന്താ? ഡ്യൂട്ടി ഫ്രീ ആണ്. അപ്പൊ ഇമ്പോർട്ട് ഡ്യൂട്ടി, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ വിവോയ്ക്ക് മൈക്രോമാക്സിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സാധനം വിൽക്കാൻ പറ്റുമോ? പറ്റും. ഇന്ത്യക്കാരായ ആളുകൾ വിവോ വാങ്ങുമോ? വാങ്ങും. മൈക്രോമാക്സ് വാങ്ങുമോ? വാങ്ങില്ല. മൈക്രോമാക്സ് പൊളിയോ? പൊളിയും. വിവോ വിജയിക്കോ? വിജയിക്കും. എന്തുകൊണ്ടാ വിവോ വിജയിച്ചു എന്ന് പറയാൻ പോണത്? ടാക്സ് ഇല്ല. അപ്പൊ ഇതിന്റെ പേരാണ് റോയൽ ഫർമൻ. റോയൽ ഫർമൻ മുഗൾ എംപററായ ഔറംഗസേബ് ആർക്ക് കൊടുത്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. EIC എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്തില്ല? കസ്റ്റം ഡ്യൂട്ടി ഇല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡ്യൂട്ടി ഫ്രീ ആണ്. അപ്പൊ ഇനി എന്റെ ചോദ്യം, ഓക്കെ അല്ലെ? ഒരേ സാധനം ആരുണ്ടാക്കുന്നുണ്ട്? ഇന്ത്യയിലുള്ള വ്യാപാരികൾ ഉണ്ടാക്കുന്നുണ്ട്. ആര് കൊണ്ടുവരുന്നുണ്ട്? ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരുടെ പ്രൊഡക്റ്റ് ആണ് ഇന്ത്യയിലുള്ളവർ വാങ്ങുക? വില കുറഞ്ഞ ബ്രിട്ടീഷ് പ്രൊഡക്റ്റ് ആണോ അതോ വില കൂടിയ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണോ? വില കുറഞ്ഞ ബ്രിട്ടീഷ് പ്രൊഡക്റ്റ്. വില കൂടിയ ഇന്ത്യൻ പ്രൊഡക്റ്റിന് വില കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. വില കുറച്ച എന്ത് വരും? നഷ്ടം വരും. ബ്രിട്ടീഷേഴ്സിന്റെ പ്രൊഡക്റ്റിന് എന്തിനാ വില കുറഞ്ഞത്? അവർക്ക് ഡ്യൂട്ടി ഫ്രീ ആണ്. അപ്പൊ ഇന്ത്യയിലുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ പൊളിയോ? പൊളിയും. ഒരു മൺകലം ഉണ്ടാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് വന്നു? അലുമിനിയം കലം വന്നു. മൺകലത്തിന്റെ വില എന്ത്? 100 രൂപ. അലുമിനിയം കലത്തിന്റെ വില 50 രൂപ. ഓക്കെ അല്ലെ? അലുമിനിയം കലത്തിന് വില കുറയാനുള്ള പ്രധാന കാരണം എന്താ? ഡ്യൂട്ടി ഫ്രീ ആണ്. ഈ മൺകലത്തിന് 100 രൂപയാനുള്ള കാരണം എന്താ? രാജാവിന് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പൊ എന്റെ ചോദ്യം, മൺകലം ഉണ്ടാക്കുന്ന ഇന്ത്യക്കാർ പൊളിയോ? പൊളിയും. ഓക്കെ അല്ലെ? അലുമിനിയം കലം കൊണ്ടുവന്നിട്ടുള്ള ബ്രിട്ടീഷുകാർ വിജയിക്കോ? വിജയിക്കും. അത് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? റോയൽ ഫർമൻ. അപ്പൊ എന്റെ ചോദ്യം, റോയൽ ഫർമൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്ന ഒരു ലോട്ടറി അല്ലേ? ലോട്ടറി. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പൊ 1600 വന്നിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയ ലോട്ടറി ആണെന്ത്? റോയൽ ഫർമൻ. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. ഇതെല്ലാം വന്നതിന് ശേഷം അവര് ഫാക്ടറികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം ഇവിടെ വന്നപ്പോൾ 1600കളിൽ ഇന്ത്യയിൽ വന്നപ്പോ അവർ ഉടനെ ഇന്ത്യ പിടിച്ചെടുക്കാൻ നോക്കിയിട്ടില്ല. ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്? പോർച്ചുഗീസുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, ഫ്രഞ്ചുകാർ വരാൻ പോകുന്നുണ്ട്, ഫ്രഞ്ചുകാരെല്ലാവരും ഉണ്ട്. അപ്പൊ ഉടനെ എന്ത് ചെയ്യരുത്? ഇന്ത്യയിൽ പോയി പിടിച്ചെടുക്കരുത്. ഓക്കെ അല്ലെ? എല്ലാ ലോക്കൽ റൂളേഴ്സിന്റെ അടുത്തും പോവുക. എന്നിട്ട് രാജാവേ രാജാവേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു വ്യാപാരശാല ഉണ്ടാക്കണം. എന്ത് ചെയ്യുക? അനുമതി നൽകുക എന്ന് പറയുക. ഇതാണ് അവർ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരാദ്യം ഫാക്ടറികൾ ഉണ്ടാക്കിയ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. സ്ഥലം 1 സൂററ്റ്, സ്ഥലം 2 മുസലിപട്ടണം, സ്ഥലം 3 മദ്രാസ്. ഈ 3 സ്ഥലങ്ങളാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫാക്ടറികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും മനസ്സിലായ? ഇത്രയും മനസ്സിലായി. ഓക്കെ അല്ലെ? ഔട്ട് കോമ്പീറ്റഡ് അതർ യൂറോപ്യൻ പവേഴ്സ്. പിന്നീട് വന്ന എല്ലാ യൂറോപ്യൻ പവേഴ്സിനെയും എന്ത് ചെയ്തു? ഔട്ട് കോമ്പീറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ആക്ച്വലി ഇനി എല്ലാ യൂറോപ്യൻ പവേഴ്സും എന്ത് ചെയ്യുക? വീട്ടിലേക്ക് പോവുക. പോർച്ചുഗീസുകാരോടെ വേണ്ട, ഡച്ചുകാരെ പറഞ്ഞയക്കും, ഫ്രഞ്ചുകാരെ തോൽപ്പിക്കും, ഡാനിഷുകാർ വന്നതും പോയതും എന്ത് ചെയ്യില്ല? അറിയില്ല. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഡാനിഷുകാര്, ഫ്രഞ്ചുകാര്, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? വരിക. ഓക്കെ അല്ലെ? ഇവരെല്ലാവരും വീട്ടിലേക്ക് പോകാൻ പറയും. ആര് മാത്രം വിജയിക്കും? ബ്രിട്ടീഷുകാർ മാത്രം വിജയിക്കും. സാർ അതെന്താ ബാക്കി എല്ലാവരും പോയത്, ബ്രിട്ടീഷുകാർ മാത്രം വിജയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്ന ഉത്തരങ്ങൾ പറയും. 1, ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് അക്കാലത്തെ ഏറ്റവും വലിയ നേവൽ പവർ. എന്ന് വെച്ചാൽ കടലിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ എന്തില്ല? ഒരാളും. ബ്രിട്ടീഷുകാർ ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യും? സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാക്കും. ആരുമായിട്ട്? ലോക്കൽ റൂളുമായിട്ട്. കമ്പനിയുടെ പോളിസീസ് എന്താണ്? ഇഫക്റ്റീവ് ആണ്. അപ്പൊ എന്റെ ചോദ്യം,
നിങ്ങളോട് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാ. എന്തുകൊണ്ടാണ് 5 യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നിട്ടും അതിൽ ബ്രിട്ടീഷുകാർ ജയിച്ചത്? കാരണം നമ്പർ 1 എന്താ? നേവൽ സൂപ്പർ പവർ ആണ്. കാരണം നമ്പർ 2 എന്താ? സ്ട്രാറ്റജിക് അലയൻസ് ഏറ്റവും നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് തമ്മിലുള്ള ബന്ധം. ഓക്കെ അല്ലേ? അടുത്തത് എന്താ? ഇഫക്റ്റീവ് കമ്പനി പോളിസീസ്. കമ്പനിയുടെ ഇഫക്റ്റീവ് പോളിസി. അതെന്തൊക്കെയാ ഇഫക്റ്റീവ് പോളിസി പ്രധാനമായിട്ട് കമ്പനി കൊണ്ടുവരുന്നത്? എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്താ? ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. രണ്ടാമത്തെ കാര്യം എന്താ? അലയൻസ്, സബ്സിഡറി അലയൻസ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെയാണ്. മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ പഠിച്ചല്ലേ? ഓക്കെ. അങ്ങനെ 17-ാം നൂറ്റാണ്ടിൽ മുഗൾ എംപയർ എന്തായി? ഡിക്ലൈൻ ആയി. അത് ഡിക്ലൈൻ ആയപ്പോൾ 3 പ്രധാനപ്പെട്ട ശക്തികളാണ് മുഗൾ എംപയറിന്റെ സ്ഥാനം എടുത്തിട്ട് ഇന്ത്യയുടെ അടുത്ത ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറാൻ വേണ്ടി പോണത്. അതിൽ ഏറ്റവും മുമ്പിലുള്ള ആളാണ് മറാഠാസ്, രണ്ടാമത്തെ ആളാണ് മൈസൂർ, മൂന്നാമത്തെ ആളാണ് ഹൈദരാബാദ്. ഇവരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ഇനി ഇന്ത്യയെ ഭരിക്കുക. ഇവര് തമ്മിൽ യുദ്ധം നടക്കണം. യുദ്ധം ഒരു ദിവസം കൊണ്ട് തീരില്ല. 100-300 വർഷം എടുക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇതിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചു വരാൻ വേണ്ടിയിട്ട്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവരെ 3 പേരെയും പരാജയപ്പെടുത്തി. എന്നിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ആക്ച്വലി ജയിച്ചു. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ അതിന്റെ പേരാണ് പൊളിറ്റിക്കൽ വാക്ക്. ഓക്കെ. മറാഠാസിന് ഇവിടെ വരാനുള്ള ഏറ്റവും വലിയ പോസിബിലിറ്റി ഉണ്ട്. ഈ 3 പേരിൽ ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത് മറാഠാസ് ആയിരുന്നു. പക്ഷെ പാനിപ്പത്തിലെ 3-ാം പാനിപ്പത്ത് യുദ്ധത്തോടെ മറാഠാസ് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഇനി അവരുടെ കീഴിൽ എന്തില്ല? ഒരാളും ഇല്ല. ഇനി ബ്രിട്ടീഷുകാർക്ക് 2 പേരെ പരാജയപ്പെടുത്തിയാൽ മതി. ഒരാളുടെ പേര് മൈസൂർ, ഒരാളുടെ പേര് എന്താ? നിസാം ഓഫ് ഹൈദരാബാദ്. നിസാം ഓഫ് ഹൈദരാബാദ് പറഞ്ഞു, മോനെ വരൂ ഹൈദരാബാദ് ബിരിയാണി കഴിക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അവർ തമ്മിൽ എന്തായി? ദോസ്തിയായി. മൈസൂർ തമ്മിൽ എന്തുള്ളത്? പ്രശ്നമുണ്ട്. അങ്ങനെ മൈസൂരിൽ 2 പേരുണ്ട്. ഒരാളുടെ പേരാണ് സുൽത്താൻ ഹൈദർ അലി, ഒരാളുടെ പേരാണ് സുൽത്താൻ ടിപ്പു സുൽത്താൻ. ഇവരുമായിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി? യുദ്ധം നടത്തിയാൽ മതി. അങ്ങനെ ബ്രിട്ടീഷുകാര് ടിപ്പു സുൽത്താനെയും ഹൈദർ അലിയെയും പരാജയപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് എന്ത് ചെയ്ത് മാറി. ഇത്രയും കാര്യമൊക്കെയാണോ? ഇത്രയും കാര്യമൊക്കെയാണ്. ഇത്രയും ടണ്ണല്ലേ? ഇത്രയും ടണ്ണാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരാൻ പോകുന്ന ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നന്നായി പഠിക്കണം. ഈ ക്ലാസ് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. മനസ്സിലാക്കിയതിന് ശേഷം വരാൻ പോകുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യാം? കാണാം. ഒരു സ്റ്റോറി പോലെയാണ് നമ്മൾ പഠിക്കുക. സ്റ്റോറി എന്ത് ചെയ്യാം? നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് പിരിയാം. അസേർഷൻ. The East India Company managed to outcompete other European powers in the region, securing a dominant position in the Indian subcontinent. അല്ല മക്കളെ, എല്ലാ യൂറോപ്യൻ പവേഴ്സിനെയും തകർത്തെറിഞ്ഞ് അവരോട് വീട്ടിൽ പോകാൻ പറഞ്ഞ് ഇന്ത്യ പിടിച്ചടക്കിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ? അതെ. Reason: this was achieved through a combination of superior navy power, strategic alliances with local rulers, and effective company policies. ആണല്ലോ. ഒന്ന്, അവരുടെ നേവി സുപ്പീരിയർ ആണ്. സ്ട്രാറ്റജിക് അലയൻസസ് ലോക്കൽ റൂളേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കാൻ പറ്റിയിട്ടായിരുന്നു. കമ്പനിയുടെ പോളിസീസ് എന്താ? ഇഫക്റ്റീവ് ആണ്. അസേർഷൻ, റീസൺ. ഓക്കെ. അസേർഷൻ റീസണും ശരിയാണോ? ശരിയാണ്. അസേർഷൻ റീസണും ശരിയാണ്. നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻ പോയി? ഓപ്ഷൻ സി പോയി, ഓപ്ഷൻ ഡി പോയി. ഇനി ഏതൊക്കെ ഓപ്ഷനാണ് കയ്യിലുള്ളത്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ എയും ആറും കറക്റ്റ് ആണ്. എ വായിച്ചതിന് ശേഷം എന്തുകൊണ്ടെന്ന് ചോദിച്ചേ. ദ EAC managed to outcompete the European powers in the region, securing a dominant position in Indian subcontinent. എന്തുകൊണ്ട്? അവിടെ അതിൽ സുപ്പീരിയർ നേവി ഉണ്ടായിരുന്നു, സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടായിരുന്നു, ഇഫക്റ്റീവ് കമ്പനി പോളിസി ഉണ്ടായിരുന്നു. അപ്പൊ എയും ആറും കറക്റ്റ് അല്ലേ? അതെ. ആറാണോ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ? അതെ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിന്റെ അടുത്ത ഭാഗങ്ങളാണ് വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത്, ഡൗട്ട് വന്നിട്ട് എക്സാം ഹോളിൽ പോയി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് വരുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ ഡൗട്ട് എല്ലാം ചോദിച്ച് ക്ലിയർ ആക്കി എക്സാം ഹോളിൽ എന്താ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.